മനസ്സിലാകുമേ? മലയാളം എല്ലാവർക്കും മനസ്സിലാവും മാഡം. എനിക്കും മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് എനിക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. എല്ലാവരും പൊട്ടന്മാരാണെന്ന് പറയരുത് കേട്ടോ. അവർക്ക് മാത്രം. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഈ വിഷയത്തിൽ ഒരു ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് മറ്റൊരു കുട്ടി ശിരോവസ്ത്രം ധരിക്കരുതെന്ന് പറയുന്നത് ഇത് വിരോധാഭാസമാണ് എന്നല്ലേ മന്ത്രി പറഞ്ഞുള്ളൂ. അതിന് ഒരു അധിക്ഷേപമായോ അപമാനമായോ കരുതണമോ എന്നൊക്കെയാണ് ഞാൻ പി ജോസഫിനോട് ചോദിച്ചത്. പക്ഷേ അവർ പറയുന്നു അത് ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചതാണ് എന്ന വികാരമാണ് അവർക്കുള്ളതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണുള്ളത്. മുനമ്പം വിഷയത്തിലായാലും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ക്രൈസ്തവ സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്. ഇതിൽ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ അപമാനിച്ചിരിക്കുന്നു എന്നൊരു വികാരം ആ മതവിഭാഗത്തിന് തോന്നിയാൽ മന്ത്രി മാപ്പ് പറയുമോ എന്നതാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം. അതിനോട് എന്തിനും വിയോജിക്കണം. അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർ അപമാനിക്കപ്പെട്ടു. ഒരു ജോസഫ് കവി എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ പറഞ്ഞല്ലോ, മന്ത്രി മാപ്പ് പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അഭിപ്രായമായിട്ടാണ് അവരെല്ലാവരും പറയുന്നത്. അവരെപ്പോഴും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞില്ലേ, ശ്രീ വി പി ജോസഫ് പറഞ്ഞില്ലേ, സമവായത്തിന്റെ പാതയുണ്ടെങ്കിൽ തേടണം. അവർ വിമർശനം രൂക്ഷമായി ഉന്നയിക്കുമ്പോൾ തന്നെ സമവായത്തിന്റെ പാത തേടണം എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് ക്രൈസ്തവ സഭയിലെ എല്ലാവരും തന്നെ. അത് അക്കാര്യത്തിലൊന്നും ഞാൻ യോജിക്കുന്ന ഒരു സമവായത്തിന്റെ പാത തേടുക എന്നതാണ് ഈ 2018 കോടതി വിധിയിൽ ജസ്റ്റിസ് മുസ്താഖ് തന്നെ പറയുന്നു. ആ മാനേജ്മെന്റ് വിചാരിക്കുകയാണ് ഇതിൽ വീഴ്ച അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സമവായം രൂപപ്പെട്ടാൽ അവിടെ അത് നടക്കും. അതിനപ്പുറം കോടതിക്ക് അത് നിർദ്ദേശിക്കാനാകില്ല എന്നതാണ് പറഞ്ഞത്. ആ ഒരു സമവായത്തിനുള്ള സാധ്യതയാണ് ആദ്യഘട്ട ചർച്ചയിൽ ഉയർന്നത്. പക്ഷേ അങ്ങനെ സമവായത്തിലായ വിഷയത്തിലാണ് മന്ത്രിയുടെ ഇടപെടലുകൾ തുടർച്ചയായ ദിവസത്തിൽ വരുന്നതും വലിയൊരു വിഭാഗീയതയിലേക്ക് അത് പോകുന്നതും വർഗീയമായി അതിനെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, എം ജയചന്ദ്രൻ പറയുന്നതൊക്കെ കേട്ട് താങ്കൾ വികാരഭരിതനാകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു, തംസപ്പ് കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടോ 2-3 മാസങ്ങൾക്ക് മുൻപ് നടന്ന സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച? മതവിഭാഗങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്നതിൽ ഇടപെടണ്ട എന്ന് ഇതേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? വിരട്ടലുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എന്തായിരുന്നു സമസ്ത സ്വീകരിച്ച നിലപാട്? വിദ്യാഭ്യാസ വിഷയങ്ങളിൽ നിങ്ങൾ മതപരമായി ഒന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? നാളെ ഇനി ഇതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന എല്ലായിടത്തും വിദ്യാഭ്യാസ നിയമപ്രകാരം ഇടപെടുമെന്ന് ഈ സർക്കാർ തീരുമാനിച്ചാൽ, ഇതേ മന്ത്രി പറഞ്ഞാൽ ഇതുപോലെ ചിരിച്ച് പിന്തുണയ്ക്കുമോ താങ്കൾ? മാഡത്തിന്റെ സംസാരം കഴിഞ്ഞില്ലേ? എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുമോ? മാധ്യമ രംഗത്തെ ദീർഘപരിചയമുള്ള രാമചന്ദ്രൻ സാറിന് ഒന്ന് പറയാൻ അവസരം പോലും മാഡം കൊടുത്തിട്ടില്ല. ഇതല്ല ചർച്ചയുടെ രീതി. നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്നൊരു നയം ശരിയല്ല. അതൊരു ചർച്ച, ഞാൻ എല്ലാ ചാനലുകളിലും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്, അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. പക്ഷെ അത് പറയാനുള്ള അവസരം കൊടുക്കാത്ത ഒരു നിലപാട് ന്യൂസ് 18 പലപ്പോഴും കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും, അത് ഞങ്ങളെ കൊണ്ട് വായ കൊണ്ട് പറയിപ്പിക്കണം എന്നൊരു ശാഠ്യം പിടിച്ചാൽ അതിന് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ താങ്കൾക്ക് അഭിപ്രായം പറയാം, പക്ഷെ ആ അഭിപ്രായമാണ് എല്ലാവർക്കും ഒന്നും താങ്കൾ വാശി പിടിക്കരുത്. എല്ലാവരുടെയും ചർച്ച ഒരുപോലെ ഇരിക്കില്ല. ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായി ശരിയല്ല എന്ന് തോന്നുന്നത് ആര് പറഞ്ഞാലും ഇടപെടും. അല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിനൊന്ന് കൃത്യമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അത് പറയാനൊരു അവസരം പോലും കൊടുത്തില്ല. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കാൻ അത്തരം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ അതിന്റെ ഈ ചർച്ചയില് നമ്മളൊരു അതിൽ നിന്നുകൊണ്ട് റിസൾട്ട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചർച്ച സംവാദം നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചാനലുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഈ കേരളത്തിൽ നടക്കുന്ന ചാനൽ ചർച്ചകൾ ഞാനും കാണുന്നതാണ്. ഇടപെടാതെയൊക്കെ എത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് എനിക്ക് ബോധ്യമുണ്ട്. എം ജയചന്ദ്രനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. എല്ലാ ചാനലിലും ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് ചർച്ചകളുടെ രീതി എന്നൊക്കെയും 1 മണിക്കൂർ സമയത്തിനുള്ളിൽ അതെങ്ങനെ പോകുന്നു എന്നൊക്കെ നല്ല ബോധ്യമുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹവും. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നൽകൂ. എന്താണ് ചോദ്യം? ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടിരുന്നില്ലേ? പറയൂ, ഒന്നുകൂടെ പറയൂ. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എന്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട്? അന്ന് സമസ്ത നേതാക്കൾ എന്താണ് പറഞ്ഞത്, അത് ഓർമ്മയുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. ഏത്? സെന്റ് റീത്ത സ്കൂളിൽ ഉണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനിഷ്ടകരമായ സംഭവങ്ങളെ കുറിച്ചാണ്.
അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റു വിഷയമല്ല നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അത് സംബന്ധമായ അഭിപ്രായം നമുക്ക് ചർച്ച വെക്കാം, അതിന് നമുക്ക് വീണ്ടും പറയാം, അതിന് കുഴപ്പമില്ല. എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചല്ലോ ശ്രീ മുസ്തഫ മുണ്ടുപാറ. ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്കൂളിൽ ഇതേ നടക്കുകയുള്ളൂ. ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് അവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നാളെ അത് മറ്റു ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും സർക്കാർ പറയും. അങ്ങനെയാണ് പോകേണ്ടത്. സർക്കാർ തീരുമാനിക്കുന്ന കണക്ക് പോകട്ടെ. എല്ലാ സ്കൂളുകളും ഇൻക്ലൂസീവ് ആകണം എന്നത് തന്നെയാണ് എന്റെ നിലപാട്. എനിക്ക് അതിനോടാണ് താല്പര്യം. നിങ്ങൾക്കത് സ്വീകാര്യമാകുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ഒരു ഭരണാധികാരിക്ക് പറയാൻ പറ്റുന്നതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അതൊരു പക്ഷെ സമയമാറ്റ വിഷയത്തിലും അദ്ദേഹം എടുത്ത നിലപാട് അതായിരിക്കും. ഒരു ഭരണാധികാരിക്ക് ഭരണാധികാരിയുടെ തലത്തിൽ നിന്നുകൊണ്ടേ ഏതൊരു സംഭവത്തെ കുറിച്ചുകൊണ്ടും നിലപാട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു നിലപാട് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥ. സമയമാറ്റത്തിൽ മന്ത്രി പറഞ്ഞ നിലപാടും താങ്കൾ ഇപ്പോൾ അംഗീകരിക്കുന്നു? അല്ല, വിയോജിപ്പ് ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വിയോജിപ്പോട് കൂടി തന്നെ. അതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായില്ലല്ലോ. ആ വിഷയം അതോടുകൂടി ചർച്ചയിൽ നിന്ന് പോയില്ലേ. അത് അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. കാരണം നിർബന്ധിത സാഹചര്യം അംഗീകരിക്കപ്പെടേണ്ടി വരും. കാരണം രാജ്യത്തിന്റെ നിയമവും വ്യവസ്ഥയും ഒക്കെ നമ്മൾ പരിശോധിക്കപ്പെടുന്ന സമയത്ത് അതിനോടൊപ്പം ചിലപ്പോൾ നമ്മുടെ വിയോജിപ്പ് വെച്ചുകൊണ്ട് തന്നെ യോജിക്കേണ്ടി വരും. ഇവിടെ അധ്യയന വർഷം അത് വീണ്ടും ഒരു പ്രശ്നമാകാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. എന്താണ്? അടുത്ത അധ്യയന വർഷം പരിശോധിക്കാം എന്നതായിരുന്നുവല്ലോ അതിലെ തീർപ്പ്. അത് അടുത്ത വർഷം തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. മാഡം, ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് ഇപ്പൊ സംസാരിക്കേണ്ട ആ ചർച്ചയല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് വരും. ആ ചർച്ചയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അവിടെ ഒരു കുട്ടിയുടെ പഠനം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഭരണഘടനാപരമായ ലംഘനമാണ് അവിടെ നടന്നത്. ഇനി ആ സ്കൂളിലേക്ക് ഇല്ല. കാരണം ആ കുട്ടിയെ അവിടുത്തെ അധ്യാപികമാർ ഏത് വിധത്തിലാണ് ആ കുട്ടിയോട് സമീപനം സ്വീകരിച്ചത്? ആ 8 വയസ്സുള്ള കുട്ടിയാണ്, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണിത്. 13 വയസ്സുണ്ട്. 13 വയസ്സുള്ള അഞ്ചാമത്തെ സ്കൂളായത്. ഇത് 5ാമത്തെ സ്കൂളായി 8 വർഷം നടക്കി. അവർ 8ാം ക്ലാസ്സിലാണല്ലോ അവിടെ ചേർന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് 5ാമത്തെ സ്കൂളാ. നേരത്തെ വേറെ സ്കൂളായിരുന്നു. അല്ല, അത് നേരത്തെ നമ്മുടെ പ്രൈമറി സ്കൂളുണ്ട്, അപ്പർ പ്രൈമറി സ്കൂൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ ഉണ്ടാവും, അങ്ങനെ ഹയർ സെക്കൻഡറിയിലേക്ക് പോകും. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ. അതൊന്നും കുട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടി, കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം കൂടി ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ സംസ്കാരത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെ ഭരണഘടനാപരമായ ലംഘനമാണ് നടന്നത്. ഒരു ഭരണാധികാരിക്ക് അത്രേ ചെയ്യാൻ. ഈ കേരളത്തിൽ 80-20 വന്നു. 80% ഒരാൾക്കും 20% പിന്നെ വേറെ ആൾക്കും വന്നു. അവിടെ ഭരണഘടനാ ലംഘനം ഉണ്ടായില്ലേ? നിങ്ങൾ എത്രയോ വർഷങ്ങളിൽ ഞങ്ങളെ സഹിച്ചു. അങ്ങനെയൊക്കെ പറയാതെ ഇവിടെ ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള കുറച്ച് ആളുകൾ ഈ നാട്ടിൽ ക്രിസ്തീയ സമൂഹവും മുസ്ലിം സമുദായവും അത് ഹൈന്ദവ സഹോദരങ്ങളും ഒന്നിച്ചു പോയൊരു നാടാ. ആ നാട്ടിൽ ഇത്തരത്തിലുള്ള വികലമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ആളുകൾ ജോസഫ് മാഷ കൈവെട്ടി ഞങ്ങളാണോ? മുനമ്പത്ത് വിഷയം ഉണ്ടാക്കാൻ ഞങ്ങളാണോ? ഇവിടെ 80-20 ഉണ്ടാക്കാൻ ഞങ്ങളാണോ? മുനമ്പ് വിഷയം ചർച്ചയിലേക്ക് നമ്മൾ പോകണോ? ബന്ധമല്ലല്ലോ പറയാനുണ്ട്. ശാന്തി സമാധാനവും പുലരണമെന്ന് ചിന്തിക്കുന്ന ഏക സമൂഹം ഇവിടെ ക്രൈസ്തവ സമൂഹമാണ്. ഇവിടെ ഞങ്ങൾ ഒന്നും ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല. യോജിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ ഏതാനും ചില ആളുകൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കുട്ടനാടിന്റെ അതിനനുവദിച്ചു കൊടുക്കരുത്. അതിനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. ഈ സ്ഥാപനത്തിലെ PTA പ്രസിഡന്റിനെ കുറിച്ച് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഉണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി എന്തെല്ലാം കേട്ടു? എവിടെങ്കിലും കേസ് വന്നോ? എവിടെങ്കിലും പോലീസ് വിളിച്ചു കണ്ടോ? അങ്ങനെ ആരെ പറ്റി എന്തെല്ലാം പറയാം? ശ്രീ മുസ്തഫ മുണ്ടുപാറ നോക്കൂ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ വിഷയത്തിൽ ആ സ്കൂളിൽ ഇനി ഇല്ല പഠിക്കാൻ എന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ TC വാങ്ങിയ ആ കുട്ടി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പോകും എന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമോ?
അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, അടിസ്ഥാനപരമായി ഭരണഘടനാപരമായ ഒരു പ്രശ്നം ഇതിലുണ്ട്. ആ സ്ഥാപനത്തിൽ മാത്രമല്ല, ഇനി അവിടെ പഠിക്കുന്ന മറ്റൊരു കുട്ടി, മുസ്ലിം കുട്ടി, അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ അന്വേഷിച്ച എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 50% മുസ്ലിം കുട്ടികളാണ് ആ സ്ഥാപനത്തിലുള്ളത്. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലുള്ള ഒരുപാട് ക്രൈസ്തവ സ്കൂളുകളിൽ 75-80% ആ സ്കൂളിൽ പഠിക്കുന്ന